ചിലപ്പോഴൊക്കെ തോന്നും സമയം ഓടിപ്പോവുകയാണെന്ന്. കഴിഞ്ഞൊരു വർഷം പോയത് അറിഞ്ഞതേയില്ല. ഓട്ടത്തിലായിരുന്നു എല്ലാവരും തന്നെ. ഓട്ടത്തിനിടയിൽ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും ഒന്നിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഇരുന്ന് പഴയ യാത്രകളുടെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ആ യാത്രകളുടെ ഓർമ്മകളും ചിത്രങ്ങളും നമ്മുടെ മനസ്സിന് എന്തോ ഒരു സന്തോഷം നൽകുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് വീണ്ടും ഉണ്ടായത്. എന്നാൽ പിന്നെ ഒട്ടും വൈകണ്ട, പോയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു യാത്രനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോട്ടലിലൊക്കെ പോയി മെനു കാർഡ് നോക്കി കുറേ ഫുഡ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യണ പോലെയാണ്. എവിടെ യാത്ര പോകുന്ന തീരുമാനിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മൾ പോകും നമ്മുടെ സ്വന്തം മൂന്നാറിലേക്ക്. എത്ര തവണ പോയാലും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ് മൂന്നാർ നമുക്ക് സമ്മാനിക്കുന്നത്. എപ്പോഴും ആ ഫ്രഷ്നെസ്സും ബ്യൂട്ടിയും അങ്ങനെ തന്നെ ഉണ്ടാകും. അവിടുത്തെ ചില്ല് ക്ലൈമറ്റും ഹരിതാപവും പച്ചപ്പും പിന്നെ നല്ല ചൂട് കോണും ബ്രെഡ് ഓംലെറ്റും നല്ല ലെമൺ ടീയും എല്ലാം കൊണ്ടും അടിപൊളി വൈബാണ്. ഈ തവണ അങ്ങനെ മെയിൻ ലൊക്കേഷൻസ് കവർ ചെയ്യണമെന്നോ പ്ലേസസ് കവർ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. നല്ലൊരു ചിൽ മോഡിൽ പോയി വരാം, അത്ര തന്നെ ഉണ്ടായത്. പക്ഷേ ഈ തവണ നമുക്ക് കാന്തല്ലൂരും മറയൂരും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഒരുപാട് തണുപ്പൊന്നും ഉണ്ടായില്ല, പക്ഷേ ഒരു വാം വെതറായിരുന്നു. ഈ കാന്തല്ലൂരിൻ്റെയും മറയൂരിൻ്റെയും ഒരുപാട് ഉള്ളേരിയകളുണ്ട്, അധികം ടൂറിസ്റ്റുകളൊന്നും പോവാത്ത പ്ലേസസ്. അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ രസമായിരിക്കും. ഇനിയൊക്കെ യാത്രകൾ പോകുമ്പോൾ അധികം പോവാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കുക. പക്ഷെ അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു അടിപൊളി ഫാമിലിയും കൂടി ഉണ്ടെങ്കിൽ രസമായേനെ കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു. അവരുള്ളത് കൊണ്ട് തന്നെ ഈ യാത്രയുടെ ഒരു മൂഡേ മാറി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മീറ്റപ്പും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളി ഗാർഡനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു ചിന്ന വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയുള്ള ഈ യാത്രി സഞ്ചാരം. ദേ ഈ ഒരു മൊമെൻറ്റ്, ഇതെന്ന് പറഞ്ഞ ഒരു ബ്രെത്ത് ടേക്കിംഗ് മൊമെൻറ്റ്. നല്ല രാത്രി സമയത്ത് കൊടുങ്കാട്ടിലൂടെയുള്ളൊരു യാത്രയും ഈ യാത്രയിൽ ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കാത്തിരുന്നെത്തിയ ഈ അതിഥികളും. ഓഹ്, സത്യം പറയാലോ, ഈ ഒരു നിമിഷം നമുക്കുണ്ടായ ഒരു അനുഭൂതി. നമ്മൾ സൂലൊക്കെ പോയി ആനേനെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ലൈവായിട്ട് ഈ കുറ്റാക്കൂരിരട്ടത്ത് കാണുമ്പോഴുള്ള രസം അത് വേറെ തന്നെയാണ്. എന്തായാലും ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ ഒരു നല്ല യാത്രയായിരുന്നു ഇത്.